ഹായ് ഗൈസ്. സോ ഇപ്പോൾ നമ്മുടെ ഗ്രാഫിക്കൽ ക്വറി ഉപയോഗിച്ചിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ URL ID ഫെച്ച് എടുത്ത ശേഷം നമ്മൾ അതിൻ്റെ പെർട്ടിക്കുലർ സോങ് ഫെച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ആ സോങ്ങാണ് നമ്മളിവിടെ കാണുന്നത്. ടൈറ്റിലും നമുക്കിത് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ആ സോങ്ങിനെ സോങ് ഡീറ്റെയിൽ കമാൻഡിൽ നമുക്ക് കാണിക്കണം ആക്ച്വലി. ഓക്കെ, എന്നിട്ട് ഈ സോങ്ങിൻ്റെ ടൈറ്റിൽ നമുക്ക് ഹാർഡ് കോഡാണ്, അത് ചേഞ്ച് ചെയ്തിട്ട് എന്താണോ വരുന്നതെന്ന് വെച്ചാൽ അത് നമുക്ക് കാണിക്കേണ്ടതുണ്ട്. ഓക്കെ, സോ സോങ് ഫെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി അത് കമാൻഡിലാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ പോവുക. ഇവിടെ ഇതിനായിട്ട് നമ്മൾ ആദ്യം ഇത് റിമൂവ് ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ കൺസോൾ ലോഗ് ഞാൻ റിമൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് കൺസോൾ ആവശ്യമില്ല. സോ കൺസോൾ ലോഗ് ഞാൻ ഡീബഗിങ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്തിരുന്നതാണ്. ഇപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ റിമൂവ് ചെയ്യാണ്. ഓക്കെ, ഇനി നമ്മൾ വെച്ചാൽ നമുക്കൊരു ലോഡിംഗ് സ്റ്റേറ്റ് ഹാൻഡിൽ ചെയ്യണം. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ക്വറി റൺ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. സോ അതിൽ നിങ്ങൾക്ക് ലോഡിങ് കാണിക്കുന്നുണ്ടെങ്കിൽ കാണിക്കാം, ഇല്ലെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്, കാണിക്കണം വേണ്ടതെന്നുള്ളത്. പക്ഷേ ഞാൻ ഇവിടെ ചെറിയൊരു ടെസ്റ്റ് പോലെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ലോഡിങ്. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോളോ ക്വറി ഡാറ്റ ഫെച്ച് ചെയ്യുന്ന മുമ്പ് തന്നെ ഒരു റെൻഡർ കോൾ ചെയ്യും. ഓക്കെ, ഡാറ്റ ഇല്ലാത്ത സമയത്ത് കമ്പോണൻറ്റ് റീറെൻഡർ ചെയ്യും, ഡാറ്റ ഇല്ലെങ്കിൽ തന്നെ. സോ അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഓർഡർ കൊടുക്കാം, ഈ ഡാറ്റ കിട്ടണവരെ വേണമെങ്കിൽ ഓർഡർ കൊടുക്കാം. പിന്നെ നമ്മൾ എന്താ പറയുക, ഇവിടെ സോങ് ഡോട്ട് പ്രോപ്സ് ഡോട്ട് ഡാറ്റ ഡോട്ട് സോങ് ഡോട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ആ പ്രോപ്പർട്ടി ഒന്നും ഇല്ല, ഇനീഷ്യലി അത് ഉണ്ടാവില്ല. പിന്നെ ഡാറ്റ കിട്ടിയ ശേഷം വരുള്ളൂ, അതൊക്കെ ഹാൻഡിൽ ചെയ്യണം. സോ അതെങ്ങനെയാണെന്ന് അതിൽ നോക്കാം. അതിനാൽ ആദ്യം തന്നെ ഞാൻ ഡീസ്ട്രക്ചർ ചെയ്ത് നമുക്ക് എടുക്കുകയാണ്, ഡാറ്റ എടുക്കുകയാണ്. കോൺസ്റ്റ് സോങ് ഈക്വൽ ടു സോങ് ഏതിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് എന്ന് വെച്ചാൽ ദിസ് ഡോട്ട് props dot data, this dot props dot data എന്നാണ് നമ്മൾ ഇനീഷ്യലി എടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇവിടെ നമുക്ക് ഈ ഡാറ്റ ഈ ഇനീഷ്യലി സോങ് ഉണ്ടാവില്ല, അപ്പോൾ ഇത് റൺ ചെയ്യുമ്പോൾ എറർ വരും, അത് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്. അതിന് ഹാൻഡിൽ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഇഫ് കണ്ടീഷൻ കൊടുക്കുകയാണ്. ഇഫ് ഞാൻ ചെക്ക് ചെയ്യാണ് സോങ് ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാനിവിടെ മെൻഷൻ ചെയ്യാണ് റിട്ടേൺ ഡ്യൂ. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഞാൻ തൽക്കാലം ലോഡിംഗ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ രണ്ട് വഴികളുണ്ട്. അപ്പോൾ കിട്ടുന്ന ഒന്നെങ്കിൽ നിങ്ങൾക്ക് ലോഡിംഗ് ദിസ് ഡോട്ട് പ്രോപ്സ് ഡോട്ട് ലോഡിംഗ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്തിട്ട് ആ കമാൻഡ് യൂസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഉണ്ടോ ലോഡിംഗ് ഫോൾസ് വന്നിട്ടുണ്ട്. സോ അത് നമുക്ക് വെച്ച് ചെക്ക് ചെയ്തിട്ട് ലോഡിംഗ് കൊടുക്കാം വേണമെങ്കിൽ. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സോങ് വെച്ച് നമുക്ക് കൊടുക്കാനും പറ്റും. ഓക്കെ, ഡാറ്റ പ്രോപ്പർട്ടി വെച്ചിട്ട് ഡാറ്റ പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ സോങ് പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. സാധാരണയായിട്ട് ഞാൻ സോങ് ഉണ്ടോ എന്ന് നോക്കാറാണ് പതിവ്, കാരണം അത് തന്നെയാണല്ലോ നമുക്ക് വേണ്ട ഡാറ്റ. അതുകൊണ്ടാണ് ഞാൻ സോങ് തന്നെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഡാറ്റ ലോഡ് ചെയ്യണമാണ് ആക്ച്വലി നമുക്ക് ടൈറ്റിൽ ഇവിടെ റെൻഡർ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യണം. സോ അതിന് ഞാൻ H3 ഇത് റിമൂവ് ചെയ്യാണ്. ഇതിൻ്റെ പകരം ഞാൻ സോങ് ഡോട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, സോ ഇതോടെ ഇനി നമുക്ക് സേവ് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് കറസ്പോണ്ടിങ് ടൈറ്റിൽ സ്ക്രീനിൽ കാണാൻ പറ്റും. ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളിവിടെ ടൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വരുന്ന ഡാറ്റ എന്ന് വെച്ചാൽ സോങ് എന്നുള്ള ഡാറ്റയിൽ ടൈറ്റിൽ ഉണ്ടാവും. ആ ടൈറ്റിൽ എന്താണെന്ന് വെച്ചാൽ കാണിക്കാൻ പറഞ്ഞാൽ നമ്മൾ മെൻഷൻ ചെയ്തു ഇവിടെ. ഓക്കെ, ഞാൻ സേവ് ചെയ്യാണ്. കമ്പൈൽ സക്സസ്ഫുള്ളിയാണ്. നമുക്ക് ബ്രൗസറിലൊന്ന് റൺ ചെയ്ത് നോക്കാം. ഞാൻ കൺസോളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഡാറ്റ കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ ലോഡിങ്ങിൽ എന്ത് കാണിക്കുന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇതാണ്, ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാണിക്കാം. ലോഡിങ്ങിലുള്ള സിമ്പിൾ ടെക്സ്റ്റ് കാണിക്കണോ അതോ ഇവിടെ സ്പിന്നർ പോലെയുള്ള അനിമേഷൻ എന്തെങ്കിലും കാണിക്കണം എന്നുള്ളത്. പക്ഷേ നമ്മുടെ ഒരു വളരെ ഫാസ്റ്റാണ്. ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീലോഡ് കഴിഞ്ഞാൽ ലോഡിങ് ജസ്റ്റ് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡാണ് നമുക്ക് പോകുന്നത് അല്ലേ. എന്ന് വെച്ചാൽ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ മാത്രമേ അതിനെ കാണിക്കുള്ളൂ. സോ ആ ലോഡറും
സ്പിന്നർ അനിമേഷനൊക്കെ വെച്ച് കഴിഞ്ഞാൽ യൂസർക്ക് ഭയങ്കര ഒരു അൺകംഫർട്ടബിളായിട്ട് തോന്നാം. പക്ഷേ നിങ്ങളുടെ പ്രൊജക്റ്റിൽ ക്വറി ഫാസ്റ്റ് ആണെങ്കിൽ ലോഡിംഗ് ടെസ്റ്റ് അവോയ്ഡ് ചെയ്യാം. സ്ലോ ക്വറിയൊക്കെ ആണെങ്കിൽ ലോഡിംഗ് ഇൻഡിക്കേറ്ററായിട്ട് നമുക്ക് സ്പിന്നറോ പ്രോഗ്രസ് ബാറൊക്കെ ഉപയോഗിക്കാം. സോ ഇത് US ഡിസിഷനാണ് ശരിക്കും പറഞ്ഞാൽ. ആരാണ് US എന്ന് വെച്ചാൽ UX ആരാണെന്ന് വെച്ചാൽ അവർ ഡിസൈഡ് ചെയ്യേണ്ട പരിപാടിയാണത്. ഓക്കെ, ഇനി അടുത്തതെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഡാറ്റ വന്നിട്ടുണ്ട്, ചെറിയൊരു ലോഡിങ് വന്നു പോകുന്നുണ്ട്, പിന്നെ നമുക്ക് ഡാറ്റ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ചെറിയൊരു പരിപാടി ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കൊരു ബാക്ക് ബട്ടൺ കൊടുക്കണം ഇവിടെ, യൂസർ സോങ് ലിസ്റ്റ് പേജിലേക്ക് തിരികെ പോകാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ സോങ് ലിസ്റ്റ് കമ്പോണൻറ്റിൽ ഓരോ സോങ്ങിനും ഈ സോങ് ഡീറ്റെയിൽ പേജിലേക്ക് പോകാനായിട്ടുള്ള ഇങ്ങോട്ട് വരാനുള്ള ഒരു ലിങ്ക് നമുക്ക് കൊടുക്കണം. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സോങ് ലിസ്റ്റിൽ നിന്ന് സോങ് ഡീറ്റെയിലേക്ക് വരാനും പറ്റും, ഈ സോങ് ഡീറ്റെയിലിൽ നിന്ന് തിരിച്ച് സോങ് ലിസ്റ്റിലേക്ക് പോകാനും പറ്റും. ഓക്കെ, സോ ഇത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെക്ക് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. താങ്ക്സ് ലോട്ട്, ബൈ.